ഹായ് എവരിബഡി, ഫാബ് വേൾഡ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ അക്കൗണ്ടൻസിയുടെ +1 ഫസ്റ്റ് പാർട്ട് ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ഇതിൽ ഞാൻ വീണ്ടും പല എല്ലാ ചാപ്റ്റേഴ്സും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇനി അപ്ഡേറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതിന് മാക്സിമം ഞാൻ നേരിട്ടോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ വഴിയോ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ തുടങ്ങുന്നത് +1 അക്കൗണ്ടൻസിയാണ്. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊരു വിചാരമുണ്ടായിരുന്ന ആൾക്കാർക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നവർ സയൻസിനും, അതിൽ താഴെയുള്ളവർ കൊമേഴ്സിനും, അതിന് താഴെയുള്ളവർ ഹ്യൂമാനിറ്റീസിലും പോകുന്നു. പക്ഷെ അതല്ല സത്യം. കൊമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പം ഒരു സയൻസ് എടുത്ത കുട്ടിക്ക് ഒരു ഡോക്ടറായാൽ പോലും അയാൾക്ക് പോലും ആവശ്യമായ ഒരു കാര്യമാണ് അക്കൗണ്ടൻസി. അതുപോലെ തന്നെ നമുക്കപ്പോൾ അക്കൗണ്ടൻസിയുടെ ബേസിക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പണ്ട് തൊട്ട് നമ്മുടെ കാരണവന്മാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതായിരിക്കും. അവർക്കൊരു ഡയറി ഉണ്ടായിരുന്നു. അതിലവർ എഴുതുമായിരുന്നു, ഇന്ന ദിവസം ഡേറ്റ് ഇട്ട് അവർ എഴുതും, ചെലവ് വരവ് ഇത്ര എന്ന് പറഞ്ഞിട്ട്. അതും ഒരു തരത്തിൽ അക്കൗണ്ടൻസിയുടെ മറ്റൊരു രൂപമാണ്. അതിൽ നിന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, തങ്ങൾക്ക് എത്ര വരുമാനം കിട്ടി, എത്ര രൂപ ലാഭിക്കാൻ പറ്റി, അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ, അതായത് എവിടെയാണ് വ്യത്യാസം വന്നത്, എവിടെയാണ് ചിലവ് കൂടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനായിരുന്നു അവർ അന്ന് ഉപയോഗിച്ചത്. അന്ന് അതിന് അക്കൗണ്ടൻസി എന്നോ അല്ലെങ്കിൽ മറ്റൊരു രൂപമോ ഇല്ല. അത് വെറുതെ ഒരു കണക്കെഴുത്തായിട്ട് അവർ കൂട്ടിക്കൊണ്ടിരുന്നു. ആ കണക്കെഴുത്തിൻ്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷനാണ് അക്കൗണ്ടൻസി എന്ന് നമ്മൾ പറയുന്നത്. അക്കൗണ്ടൻസി വളരെ സിമ്പിളാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു തിയറി പഠിക്കേണ്ടത് ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചു കൂടേണ്ട ആവശ്യമോ ഒന്നുമില്ല. നമ്മുടെ കോമൺ സെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിയെ കുറിച്ച് ആദ്യം പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടൻസി ഇപ്പോൾ എന്താണ് അക്കൗണ്ടൻസി, അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ. അപ്പോൾ ആ ഡെഫിനേഷനെ കുറിച്ച് തൊട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഡെഫിനേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ എഴുതി കാണിക്കുന്നത് എന്താണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കാം. ഇതൊരു അക്കാഡമിക് പർപ്പസിൽ എന്താണെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, കാണാതെ പഠിക്കേണ്ടതാണ്. പക്ഷെ അത് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. അതായത് 1941 അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അവരാണ് ഈ ഡെഫിനിഷൻ കൊടുത്തത്. അതിതാണ്: അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് in a significant manner and in terms of money transactions and events which are in part at least of financial character and interpreting the results thereof. ഡെഫിനിഷൻ വലുതാണ്, പക്ഷേ സാധാരണ സിമ്പിളായിട്ട് അക്കൗണ്ടൻസി എന്താണെന്ന് മൊത്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ. അതായത് ആദ്യമേ തന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്താണെന്നുള്ളതാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് എന്ത്. ഒന്നാമത്തെ കാര്യമാണ് റെക്കോർഡിങ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കാരണവന്മാരുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർ എഴുതി സൂക്ഷിക്കുമായിരുന്നു. അപ്പം അതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, അപ്പം അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പം എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റെക്കോർഡ് ചെയ്യുക. ഇനി ആ റെക്കോർഡിങ് ഒരു പ്രത്യേക ഓർഡറിലോ അല്ലെങ്കിൽ ഡേറ്റ് വൈസോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ പർട്ടിക്കുലർ ടൈപ്പോ അങ്ങനൊന്നും വേണമെന്നില്ല. നമുക്ക് എങ്ങനെ വേണ്ടത് റെക്കോർഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മളൊരു 10,000 രൂപ ചിലവാക്കി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി അത് എഴുതി വയ്ക്കുക. ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ഡേറ്റിൽ 10,000 ചിലവാക്കി, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് അക്കൗണ്ടിങ് ആയി. അതാണ് റെക്കോർഡിംഗ് പോർഷൻ. ഇനി അടുത്ത പോർഷനാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ. അതാണ് ക്ലാസിഫൈ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്തു, എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി ആ റെക്കോർഡ് ചെയ്തതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ആ പഴയ കാരണവന്മാരുടെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണ്. അവർ ആദ്യത്തെ ദിവസം അവർ എഴുതുന്നു വരുമാനം ഇത്ര, ഒരു 10,000 രൂപ എഴുതി. പിറ്റേ ദിവസം അവർ എഴുതുകയാണ് പലചരക്ക് വാങ്ങി 1000 രൂപ. പിന്നെ എഴുതാണ് പച്ചക്കറി വാങ്ങി 2000 രൂപ. മൂന്നാമത്തെ ദിവസം എഴുതാണ് കൊച്ചിൻ്റെ വിദ്യാഭ്യാസത്തിന് സ്കൂൾ ഫീസ് അടച്ചു 5000 രൂപ, സ്കൂൾ ബസ്സിൻ്റെ ഫീസ് അടച്ചു 1000 രൂപ, വണ്ടിക്ക് പെട്രോൾ അടിച്ചു 2000 രൂപ. ഇങ്ങനെ എഴുതി. അപ്പം അതിലൊരു ഓർഡർ വരുന്നില്ല. അതിൽ അവിടെ നമുക്ക് റെക്കോർഡിംഗ് ആയി കഴിഞ്ഞു. ഇനി ഈ റെക്കോർഡ് ചെയ്ത സാധനത്തിൽ അത് ക്ലാസിഫൈ ചെയ്യണം. അതായത് എന്താണ് എങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം ഇതിൽ നമ്മൾ വരികയാണെങ്കിൽ പലചരക്ക് വാങ്ങി പച്ചക്കറി വാങ്ങി, ഇത് രണ്ടും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടും ഒരു ഹെഡിലേക്ക് പോകും. അതായത് വീട്ടാവശ്യം എന്ന് പറയുന്ന ഒരു ഹെഡിലേക്ക് പോകും. അത് ഒരു ക്ലാസിഫൈങ്. സ്കൂൾ ബസ്സിന് ഫീസ് കൊടുത്തും സ്കൂൾ ഫീസ് കൊടുത്തും രണ്ടും വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് പിള്ളേർ. അപ്പോൾ അതിലേക്ക് മാറ്റി.
ഇനി നമ്മൾ ഇവർ കൂട്ടിവെച്ച കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പോൾ ആ കാശ് കൊടുത്തൊരു സ്ഥലം വാങ്ങി. അപ്പം അതും അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര രൂപയ്ക്ക് ഇന്ന ആളിൽ നിന്നും ഇന്ന പറയുന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ക്ലാസിഫൈ ചെയ്യുന്നു, കാരണം അത് നമുക്കൊരു ആസ്തി ആകാണ് അല്ലെങ്കിൽ അസറ്റ് ആവുകയാണ്. അപ്പോൾ അത് നമ്മളുടെ അടുത്ത് ഇത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. ഇനി പിന്നുള്ളതാണ് സമ്മറൈസിങ്. സമ്മറൈസിങ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഇനി മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം, അത് സമ്മറൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ വീട്ടാവശ്യം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പലചരക്ക് വാങ്ങിയത് വന്നിട്ടുണ്ട്, പച്ചക്കറി വാങ്ങിയത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഓരോ തവണയും എടുത്ത് പലചരക്കിന് ഇത്ര വാങ്ങി പച്ചക്കറിക്ക് ഇത്ര വാങ്ങി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ വീട്ടാവശ്യത്തിന് ഇത്ര ചിലവായി എന്ന് പറയുക. അപ്പം അതെന്ത് ചെയ്യും, ആ 2 ഐറ്റംസ് അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ വന്നിരിക്കും. ഇപ്പം ഒരു തവണ ആയിരിക്കും നമ്മൾ പലചരക്ക് വന്ന് പല പ്രാവശ്യമായിട്ട് പലചരക്ക് വാങ്ങി. അപ്പോൾ പലചരക്കെല്ലാം കൂടെ ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 10 തവണ പലചരക്ക് വാങ്ങിയാൽ ആ 10 നമ്മൾ ആഡ് ചെയ്ത് അതൊരു പർട്ടിക്കുലർ ഇതായി പലചരക്ക് എന്നുള്ളൊരു ഐറ്റമായി. അതുപോലെ പച്ചക്കറി ഒരു 15 തവണ വാങ്ങി, അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ അതും ഒരു ഐറ്റമായി. അപ്പം അതിനും നമുക്ക് ഒരു ക്ലാസിഫൈ ചെയ്യാം. ഇനി ഈ 2 ഐറ്റംസിന് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ കുറയ്ക്കുകയാണ്. അതായത് വീട്ടാവശ്യം എന്നതിലേക്ക് ഈ നമ്മൾ 10 പ്രാവശ്യം വാങ്ങിയ പച്ചക്കറിയും 15 പ്രാവശ്യം വാങ്ങിയ പലചരക്കും ഇത് 2 കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ചുരുക്കിയത് വീട്ടാവശ്യം എന്നാക്കി. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറയുന്ന സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാറ്റർ. അതായത് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് മാറ്റർ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അതിൻ്റെതായ ഒരു രീതിയിൽ ഒരു ഘടനയിൽ. ഇപ്പം ചുമ്മാ വലിച്ചു വാരി എഴുതി വെച്ചു അതുകൊണ്ട് കാര്യം മനസ്സിലാകുന്നത്, നമ്മൾ എല്ലാം ചെയ്തു, നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, പക്ഷെ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു പർട്ടിക്കുലർ ഒരു രീതി ഉണ്ടാക്കുക. അതായത് ഞാൻ ഈ ചിലവുകളെല്ലാം ഇന്ന വശത്തിൽ എഴുതും, ബാക്കി ഈ വേറൊരു തരത്തിലുള്ള ചിലവുകൾ വേറൊരു രീതിയിൽ എഴുതും. അപ്പോൾ അത് നമുക്ക് ഒരു പർട്ടിക്കുലർ രീതിയിലാക്കുന്നു. അതാണ് സിഗ്നിഫിക്കൻറ്റ് മാറ്റർ. ഇനിയാണ് നമ്മുടെ മെയിൻ പോയിന്റ്. നമ്മൾ എന്ത് എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. ടേംസ് ഓഫ് മണി, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഇപ്പോൾ ഇത്രയും നമ്മൾ എഴുതി, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, ഇന്ന മാനുവലിൽ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണത്തിൻ്റെ രൂപത്തിൽ എന്താണോ നമുക്ക് ചിലവ് വന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു മെയിൻ പോർഷൻ അവിടെ കുറഞ്ഞു കഴിഞ്ഞു. നമ്മളിപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങി, അത് ചിലവല്ല നമുക്ക്. അപ്പം അത് അല്ലെങ്കിൽ അത് അതിൻ്റെ രീതിയിൽ മാറ്റുന്നു. അപ്പം ഓരോ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ പണത്തിൻ്റെ രൂപത്തിൽ ചിലവ്, അത് കടമായിട്ടായിരിക്കാം അല്ലെങ്കിൽ റൊക്കം കാശ് കൊടുത്തിട്ടായിരിക്കാം, എന്താണെങ്കിലും അവിടെ പണം ഇൻവോൾവ് ആണ്. ഇപ്പോൾ കടമായിട്ട് വാങ്ങിയാൽ നമ്മൾ പിന്നീട് അതിന് കാശ് കൊടുക്കണം. അപ്പം അതും അതിൻ്റെ ഒരു പോർഷനാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇൻ ടേംസ് ഓഫ് മണി. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസിഫിക്കേഷനായി. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു. ഇനി അടുത്ത പോയിന്റാണ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ സാമ്പത്തികമായ രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ മണി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവന്റ്സ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി, അത് ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും പണമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു സംഭവങ്ങളാണ്, പക്ഷെ അത് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിരിക്കും. അതായത് പണത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം എന്ന രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയത് എന്തെങ്കിലും ഒന്നായിരിക്കാം. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു, നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു. എന്തിനാ? ഫിനാൻഷ്യൽ മണി മാറ്റർ അല്ലെങ്കിൽ മണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡും ക്ലാസിഫൈയും സമ്മറൈസും ചെയ്തു. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇന്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് ദെയർ ഓഫ്. നമുക്കതിൽ നിന്നൊരു റിസൾട്ട് വേണം. അതെന്തായിരിക്കും നമ്മുടെ റിസൾട്ട്? ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വരുമാനം എത്രയാണെന്ന് എഴുതി, നമ്മുടെ ഒരു മാസത്തെ ചിലവ് എത്രയാണെന്ന് എഴുതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ വരുന്നത്? നമുക്ക് ഈ മാസം എത്ര രൂപ നമ്മൾ ലാഭിച്ചു. ഇപ്പോൾ ഒരു 10,000 രൂപ ചിലവ് കിട്ടിയ ആൾ, അയാൾക്കൊരു 10,000 രൂപയുടെ ചിലവ് വന്നു, 10,000 രൂപ വരുമാനം വന്നു, 5,000 രൂപയുടെ ചിലവ് വന്നു. അപ്പോൾ അയാൾക്ക് മാസം വരുമാനം 5,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ നെറ്റ് വരുമാനം 5,000 ആണ്. അപ്പോൾ അയാൾ അത് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് ആ ഒരു റിസൾട്ട് മാത്രമല്ല, ഇപ്പം 5,000 രൂപയുടെ അയാളുടെ ചിലവ് വന്നു. അപ്പോൾ അയാൾക്ക് കുറച്ച് ടൈറ്റ് വരികയാണെങ്കിൽ അയാളത് കണ്ടുപിടിക്കുക, അയാൾക്ക് അത് മനസ്സിലാക്കണം, എവിടെയാണ് എനിക്ക് ചിലവ് കൂടുതൽ വന്നത്. ഇപ്പം ഈ മാസം ഏത് ഐറ്റത്തിലാണ് നമുക്ക് ചിലവ് കൂടിയത്. അപ്പം ഇതിപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസി നമുക്കൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് വരുന്നത്. ഒരു മാസത്തെ പ്രോസസ്സല്ല. ഒരു മാസം നമ്മൾ ഈ മാസത്തെ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എഴുതി, അടുത്ത മാസം വരുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത മാസത്തെ എഴുതും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും നമുക്ക് എവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിം വേ നമ്മൾ എടുക്കുകയാണ്. ഈ മാസം 10,000 ചിലവ് വന്നു, 10,000 വരുമാനം വന്നു, 5,000 ചിലവ് വന്നു, നമുക്ക് 5,000 ബാക്കി വന്നു. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണ്, അടുത്ത മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 10,000
വരുമാനത്തിൽ നമുക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ നമ്മുടെ ചിലവ് 7000 ആയി. അപ്പോൾ ബാക്കി 3000 ഉള്ളു നമുക്ക്. അപ്പോൾ ഈ 3000 ഇവിടെ നമുക്ക് വന്ന വ്യത്യാസം, നമ്മുടെ ചിലവിൽ വ്യത്യാസം വന്നത് 2000 രൂപയുടെ വ്യത്യാസം വന്നു. ആ 2000 രൂപയുടെ വ്യത്യാസം നമുക്ക് എവിടെയാണ് വന്നത്, എന്തിനാണ് നമ്മൾ കൂടുതൽ ചിലവാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നു. അപ്പം ആ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മളതിൻ്റെ റിസൾട്ട് എടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇത്രേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഏത് ട്രാൻസാക്ഷനും, സാമ്പത്തിക രീതിയിൽ വരുന്ന എന്ത് ട്രാൻസാക്ഷനും പണത്തിൻ്റെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. അപ്പം 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ആ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തത് എന്തിനാണ്, ഒരു റിസൾട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ഇതാണ് കംപ്ലീറ്റ്ലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷൻ. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞ്, ഈ ഡെഫിനിഷൻ വലിയൊരു ഡെഫിനിഷനും, പക്ഷെ സിമ്പിളായിട്ട് അക്കൗണ്ടൻസി എന്താണെന്ന് മൊത്തത്തിൽ അതിനകത്ത് കവറായി കഴിഞ്ഞു നമുക്ക്. അപ്പം ഇതാണ്, ഒന്നുകൂടെ ഞാൻ വായിച്ചുതരാം. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. 3 പോയിന്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി എങ്ങനെ, പിന്നെ സിഗ്നിഫിക്കൻറ്റ് മാനർ, ഒരു പ്രോപ്പർ രീതിയിലായിരിക്കണം. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, നമ്മൾ ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല, നമുക്കത് പണത്തിനായിട്ടായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പണത്തിൻ്റെ മൂല്യത്തിലായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഒരാളുടെ സ്ഥലം വാങ്ങി, ഒരു സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലം വേറൊരു സ്ഥലമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് അത്, ഞാൻ എൻ്റെ അക്കൗണ്ടിങ് ബുക്കിൽ എൻ്റെ ഈ സ്ഥലത്തിന് പകരം ആ സ്ഥലം എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, അവിടെ മണി വാല്യൂയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഈ സ്ഥലത്തിൻ്റെ വാല്യൂ ഇത്ര, നമ്മൾ വാങ്ങിയ സ്ഥലത്തിൻ്റെ വാല്യൂ ഇത്ര, അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയതിൻ്റെ നമ്മൾ മണി വാല്യൂ, ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ വിൽക്കുന്നത്, അപ്പോൾ നമ്മൾ 10 ലക്ഷം എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ വാങ്ങിയതൊരു 15 ലക്ഷത്തിന് പ്രോപ്പർട്ടി, അപ്പോൾ അത് 15 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് കാണിക്കും. അല്ലാതെ അവിടെ എഴുതാൻ പറ്റില്ല, ഇന്ന പ്രോപ്പർട്ടി ഇത്ര, എൻ്റെ ഈ പ്രോപ്പർട്ടിക്ക് പകരം ഞാൻ 5 ലക്ഷം കൂടെ കൊടുത്ത് ഞാൻ വേറൊരു പ്രോപ്പർട്ടി വാങ്ങി നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് മണി ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ ഇത് ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫൈനലി റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അടുത്ത പോയിന്റ് നമ്മൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടൻസിൻ്റെ ഫീച്ചറുകൾ, ഇതൊക്കെ നമുക്ക് ആ ഡെഫിനേഷനിൽ പറഞ്ഞാൽ കവർ ചെയ്ത് പോയ ഭാഗങ്ങൾ തന്നെയാണ്, പക്ഷെ മറ്റു രീതിയിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അക്കൗണ്ടൻസിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അത് എക്കണോമിക് ഇവൻ്റാണ്. എന്ന് വെച്ചാൽ അത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു നേച്ചർ, ആ സാമ്പത്തിക നേച്ചറുള്ള ഫിനാൻഷ്യൽ നേച്ചറുള്ള എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. അതാണ് എക്കണോമിക് ഇവൻറ്റ്. ഇനി ആ എക്കണോമിക് ഇവൻറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ ഇവൻറ്റ്, രണ്ട് ഇൻറ്റേർണൽ ഇവൻറ്റ്. എക്സ്റ്റേണൽ ഇവന്റ് എന്ന് വെച്ചാൽ ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്നൊരു വ്യക്തിയിൽ നിന്നുമാണ് നമ്മൾ ട്രാൻസാക്ഷൻ, നമ്മുടെ വ്യൂവിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ, ഇപ്പോൾ നമ്മളൊരു പ്രോപ്പർ അക്കൗണ്ടിങ്ങിലേക്ക് വേണ്ടി നമ്മളൊരു സ്ഥാപനത്തിനുള്ളിൽ വർക്ക് ചെയ്യാം. അപ്പം ആ സ്ഥാപനത്തിൻ്റെ പോയിന്റിൽ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും. അപ്പം ആ സ്ഥാപനവും അതിന് പുറത്തേക്കുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ടും, അത് അവിടുത്തെ സ്റ്റാഫായിരിക്കാം, അല്ലെങ്കിൽ സാധനം വാങ്ങുന്നത്, അതായത് ആ ഓർഗനൈസേഷൻ ഇപ്പോൾ എന്താണോ അവരുടെ അവർ വാങ്ങുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കായിരിക്കാം, അങ്ങനെ പല ഇതുണ്ട്. അതെല്ലാം എക്സ്റ്റേണൽ ഇവൻറ്റിൽ വരും. അപ്പോൾ അങ്ങനെ പുറത്തുള്ള ഏതൊരു പാർട്ടിയുമായിട്ടും എന്തൊക്കെ സാമ്പത്തിക ട്രാൻസാക്ഷൻസ് വരുന്നു അതെല്ലാം നമ്മൾ എന്തിൽ ക്ലാസിഫൈ ചെയ്യും, എക്സ്റ്റേണൽ ഇവൻറ്റ്സിൽ ക്ലാസിഫൈ ചെയ്യും. പിന്നുള്ളത് ഇൻറ്റേർണൽ ഇവൻറ്റ്സ്. ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ, ഇപ്പം ഒരു മാനുഫാക്ചറിങ് ഫേമാണ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഫേമാണ്. അപ്പോൾ ട്രേഡിംഗ് ഇപ്പോൾ നമ്മളൊരു വലിയ യൂണിറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രേഡിംഗ് ഫേമിൽ തന്നെ അതിനകത്ത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കും. ഇനി നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റോ മെറ്റീരിയൽ വാങ്ങുന്നൊരു യൂണിറ്റ് ഉണ്ടാവും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, പിന്നെ അതിൻ്റെ സെയിൽസിനൊരു യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഒരു യൂണിറ്റിനുള്ളിൽ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ നടക്കുന്ന എന്ത് സാമ്പത്തികപരമായ കാര്യം, അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഫീച്ചർ നമ്മൾ എക്കണോമിക് ഇവൻറ്റ്സ് പഠിച്ചു. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ ആ പോയിന്റ് പറഞ്ഞിരുന്നു. ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ, അല്ലെങ്കിൽ സാമ്പത്തികപരമായ ആ ഒരു സാമ്പത്തികപരമായ നേച്ചറിലുള്ള എന്ത് സാധനങ്ങളും, അതാണ് ഇവിടെ വന്നിരിക്കുന്ന എക്കണോമിക് ഇവൻറ്റ്സ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ്, രണ്ടാമത്തെ ഫീച്ചറാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, കമ്മ്യൂണിക്കേഷൻ. അത് നമ്മളവിടെ ആദ്യമേ എഴുതി. റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറൈസിങ്. അതിന് തന്നെ മറ്റൊരു കൂടെ
പിന്നെ ലാസ്റ്റ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ആണ്. അതാണ് ഈ പോയിന്റ് 4. അപ്പം ഫസ്റ്റ് വരുന്ന ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമുക്ക് എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ല ചുമ്മാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അത് നമ്മുടെ ഇതിൽ പറഞ്ഞു മണി മാറ്റേഴ്സില്ല, ഫിനാൻഷ്യൽ നേച്ചർ. നമ്മളിവിടെ പറഞ്ഞ ഈ സാധനം എക്കണോമിക് ഇവൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ നേച്ചറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ മണി വാല്യൂയിൽ വരുന്നത്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് നമ്മൾ പിന്നീട് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി അടുത്ത് മെഷർ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇൻ മണി വാല്യൂ അല്ലെങ്കിൽ മണി ടേംസ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മളത് മെഷർ ചെയ്തു നമുക്ക് എത്രയാണ് ഇതിനു വേണ്ടി വന്നത്, എന്താണ് നമുക്കിതിൻ്റെ വില, അല്ലെങ്കിൽ എത്രയാണ് നമുക്കതിൽ നിന്നും വരുന്ന ലാഭം, അല്ലെങ്കിൽ അങ്ങനെ ആ മണി വാല്യൂവിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തിൻ്റെ എക്സാമ്പിളാണ്, നമ്മൾ വിറ്റ സ്ഥലത്തിന് എത്ര രൂപ നമുക്ക് ചിലവ് വന്നു, നമ്മൾ വാങ്ങിയപ്പോൾ നമുക്ക് എത്ര വില വന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ കാര്യങ്ങൾ കാണുക. ഇനി അതുമായിട്ട് ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് എക്സ്പെൻസുകൾ വരാം. ഇപ്പം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എടുത്ത് നമ്മൾ ആദ്യം സാധനം വാങ്ങി, എന്താ പറയുക, ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനി അവരാദ്യം റബ്ബർ വാങ്ങണം, അല്ലെങ്കിൽ അതെ നമ്മുടെ റബ്ബർ പാല് വാങ്ങണം. എന്താണെന്ന് വെച്ചാൽ അത് ഒന്നെങ്കിൽ പ്രോസസ്ഡ് ഫോമിലായിരിക്കാം അല്ലെങ്കിൽ റോ ഫോമിലായിരിക്കും. എങ്ങനെയാണെങ്കിലും അത് വാങ്ങിയതിന് ശേഷം അത് കൺവേർട്ട് ചെയ്യുന്നു, അത് പ്രോസസ്സ് ചെയ്യണം അല്ലാത്ത. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഉണങ്ങിയ റബ്ബർ ഷീറ്റ് വാങ്ങി അത് കടയിൽ കൊണ്ടുപോയി അത് അവർ വിറ്റ് അവർ കമ്പനിക്ക് കൊടുത്തു, ആ കമ്പനി അതൊരു പ്രോസസ്ഡ് ഫോമിലേക്ക് മാറ്റി, അതിന് ശേഷമാണ് അവർ ടയർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ എടുക്കുന്നതെല്ലാം നമ്മളതിന് ഓരോന്നിനും ഓരോ മോണിറ്ററി വാല്യൂ ഉണ്ട്. ഇപ്പോൾ ആ കമ്പനി വാങ്ങിയത് എത്ര വിലയ്ക്കാണ്, അത് നമ്മൾ എത്ര വിലയ്ക്കാന്നുള്ള ഇത് ചെയ്യുന്നു. പിന്നെ അത് പ്രോസസ്സ് ചെയ്യാനെടുത്ത വില എത്ര, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വന്ന ചിലവ് എത്ര, അത് നമ്മൾ എടുക്കുന്നു. അതായത് പിന്നെ ഫൈനലായിട്ട് അതൊരു ടയറായിട്ട് മാറുന്നു. അപ്പോൾ ആ ടയറായിട്ട് മാറാൻ വേണ്ടി അതിനകത്ത് എത്ര ചിലവ് വന്നു, പിന്നെ അത് വിൽക്കുമ്പോൾ അതിനകത്ത് എത്ര നമുക്ക് വരുമാനം വരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ മെഷർ ചെയ്യാണ്. അതും മോണിറ്ററി ഫോം, അതായത് പൈസയുടെ രൂപത്തിലായിരിക്കണം അത്. മൂന്നാമത്തെ പോയിന്റാണ് റെക്കോർഡിങ്. നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ, അക്കൗണ്ടൻസിയുടെ മെയിൻ ഡെഫിനിഷൻ റെക്കോർഡ് ചെയ്തു. നമ്മളിപ്പം എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ നമ്മൾ മെഷർ ചെയ്തു, ഇനി നമ്മളത് റെക്കോർഡ് ചെയ്യണം. അത് നമുക്കൊരു പർട്ടിക്കുലർ ഫോം ഉണ്ടാവും. ഇപ്പം അക്കൗണ്ടൻസിയിൽ നമുക്കൊരു ഫോം അല്ലെങ്കിൽ ഒരു രൂപം നമ്മൾ കണ്ട് ശീലിക്കുന്നു. അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എടുത്താൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ്, നമുക്ക് ചിലവ് എത്ര, വരുമാനം എത്ര, ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അസറ്റ് സൈഡ് ലയബിലിറ്റി സൈഡ്, നമ്മൾ അങ്ങനെ ഒരു ഫോം കണ്ട് ശീലിച്ചു. പക്ഷെ അക്കൗണ്ടൻസിൽ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു രൂപമില്ല. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫോം ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തെന്ന് മാത്രം. കാരണം അതിന് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കാണുന്നവർക്ക്, ഇപ്പോൾ നമ്മൾ താഴെ പോയിന്റ് വരുന്നുണ്ട്, അപ്പോൾ അത് കാണുന്നവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്താണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഡെഫിനിഷനിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മളൊരു ഡാറ്റ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ട സാധനം മാത്രമല്ല, അത് ഒരുപാട് പേരുടെ കയ്യിലേക്ക് അത് ചെല്ലും. അത് നമ്മളിവിടെ പറഞ്ഞ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നമുക്ക് ചെല്ലുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വർഷത്തെ ഒരു അക്കൗണ്ടിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർമലി അതൊരു ഇയർ ടു ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കാം, കലണ്ടർ ഇയർ ആയിരിക്കും. പല രാജ്യങ്ങളും പല രീതിയിൽ ഫോളോ ചെയ്യും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ് ഫുൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ബാക്കി റിസൾട്ട്സ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റേഴ്സ് കൊടുക്കണം. നമ്മുടെ ആരാണോ നമ്മുടെ അൾട്ടിമേറ്റ് യൂസർ, അത് നമ്മുടെ മാനേജ്മെൻ്റ് ആയിരിക്കാം, കസ്റ്റമേഴ്സ് ആയിരിക്കാം, സ്റ്റാഫ് ആയിരിക്കാം, ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആരും ആയിരിക്കാം, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം, അങ്ങനെ ആരും ആയിരിക്കാം, അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് മറ്റൊരു ഫീച്ചർ. രണ്ട് ഫീച്ചേഴ്സ്, ഒന്ന് എക്കണോമിക് ഇവൻറ്റ്സ് ആയിരിക്കണം, രണ്ടാമതാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റാണ് ഓർഗനൈസേഷൻ. നമ്മൾ അക്കൗണ്ടിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് എപ്പോഴും നമ്മളൊരു ഓർഗനൈസേഷനിലാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു സ്ഥാപനത്തിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല. ഇപ്പം നമുക്ക് സ്വന്തം വരുമാനം, അതിൻ്റെ ചിലവും അല്ലെങ്കിൽ നമുക്ക് എത്ര ബാക്കി വന്നു എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അക്കൗണ്ടിങ് ഒരു സ്ട്രക്ചേർഡ് കൺസെപ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത് വളരെ ചെറിയൊരു കട തൊട്ട് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഉണ്ട്. എല്ലാവരും അക്കൗണ്ടിങ് യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സാധാ കടയിൽ, നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ നമ്മൾ സാധനം വാങ്ങാൻ പോയാലും അവർ എഴുതി വയ്ക്കാറുണ്ട്
ഓക്കെ ഇന്നത്തെ കച്ചവടം ഇത്ര, അതിൽ ഇത്ര പേര് ഇത്ര രൂപ കടമായിട്ട് വാങ്ങി, ഇത്ര പേര് കാശ് തന്ന് വാങ്ങി, ഞാൻ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങി, അപ്പോൾ എനിക്ക് ബാക്കി ഇത്ര വന്നു. അപ്പോൾ അത് എന്തെങ്കിലും ഓർഗനൈസേഷൻ, ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി, പിന്നെ കമ്പനി, അങ്ങനെ പലതും പഠിക്കുന്നുണ്ട്, ട്രസ്റ്റ്, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ പല ഓർഗനൈസേഷനും പല രീതിയിലുള്ള അക്കൗണ്ടിങ് ഫോംസ് യൂസ് ചെയ്യും. അപ്പം അതാണ്. പിന്നെ മൂന്നാമതാണ് ഇൻട്രസ്റ്റഡ് യൂസസ്. നമ്മളിവിടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നവർക്ക്, അതായത് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഓർഗനൈസേഷനിൽ അവർക്ക് എന്താണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ പലരുടെയും ആവശ്യം പലതായിരിക്കാം. ഇപ്പോൾ മാനേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്, അപ്പോൾ നമ്മുടെ ഇത്രയും എഴുതി നമ്മൾ കൊടുക്കുകയാണ് നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ്. അവരുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു, ഈ വർഷം എങ്ങനെ പെർഫോം ചെയ്തു, എന്തുമാത്രം ലാഭം ഉണ്ടാക്കി, എനിക്കിനി അത് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്താണ് ഞാൻ ഈ വർഷം വ്യത്യസ്തമായിട്ട് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭം. അതാണ് ഒന്ന്. ഇനി നമ്മുടെ സ്റ്റാഫ്, ഓർഗനൈസേഷനിലെ സ്റ്റാഫ്, അവർക്ക് എന്താണ് ആവശ്യം? അത് കമ്പനി മര്യാദയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്, കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പോ കുട്ടികൾ മുകളിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഈ അവസ്ഥ വെച്ചിട്ട്, ഇപ്പോൾ നടക്കുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും, എൻ്റെ സാലറി എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ എൻ്റെ വേജസ് കൂട്ടും. ഇപ്പോൾ കമ്പനി നഷ്ടത്തിൽ നടക്കുമ്പോൾ അവർ പോയി സാലറി കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ആരും സമ്മതിക്കില്ല. അപ്പം അതിൻ്റെ അവസ്ഥ മനസ്സിലാവും. പിന്നെ മൂന്നാമത്തൊന്നാണ് നമുക്ക് എക്സ്റ്റേണലായിട്ട് പോവുകയാണെങ്കിൽ. എക്സ്റ്റേണലായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ബാങ്ക്. ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം ബാങ്കിന് മനസ്സിലാക്കണം, ഓക്കെ ഞങ്ങൾ ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഈ കമ്പനി അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം ബാങ്കുകൾക്ക് കൊടുത്ത പൈസ തിരിച്ചു മേടിക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം. അപ്പം അത് തിരിച്ച് കിട്ടുമോ ഇല്ലയോ, കമ്പനിയുടെ പെർഫോമൻസ് എന്താണെന്നോ, മോശമാകുവാണോ നല്ലതാവണം. നല്ലതാവുകയാണെങ്കിൽ ഓക്കെ നമുക്ക് ഇനിയും കൂടുതൽ അവർക്ക് ലോൺ കൊടുക്കാം. മോശമാകുവാണെങ്കിൽ നമുക്ക് ഉള്ളതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാം. അതാണ് ബാങ്കുകളുടെ ഉദ്ദേശം. ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടാനുണ്ട്, ഈ കമ്പനി എങ്ങനെയുണ്ട്, എത്ര ടാക്സാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പം ഗവൺമെൻറ് എല്ലാവർക്കും പല യൂസേഴ്സ് ആണുള്ളത്. ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആണെങ്കിൽ പല പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ പറയാം. ഒന്ന് നമ്മുടെ മാനേജ്മെൻറ്റാണ് നമ്മുടെ ഒന്നാമത്തെ യൂസേഴ്സ്. രണ്ടാമത്തെ യൂസേഴ്സാണ് നമ്മുടെ ബാങ്കുകളുടെ, അഥവാ നമുക്ക് ലോൺ അല്ലെങ്കിൽ ലെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ മൂന്നാമത്തെ പേരാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ കമ്പനിയിൽ ആരാണ് പൈസ മുടങ്ങി. ഇപ്പോൾ വലിയ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഷെയറിലാണ്. ഇപ്പോൾ നമുക്കൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനി എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു 50% ഷെയർ അല്ലെങ്കിൽ ഒരു 30% ഷെയർ ഇങ്ങനെ പബ്ലിക്കിൻ്റെ കയ്യിലുണ്ടാവും. പബ്ലിക് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിൽ തന്നെ പലരും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട് ഷെയറുകളിൽ. അപ്പം അവർ ചെക്ക് ചെയ്യുന്നതാണ്, ഓക്കെ ഈ കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു, ഞാൻ എൻ്റെ ഷെയറിന് വാല്യൂ കൂടുമോ അല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഇനി നമ്മളൊരു ചെറിയ കമ്പനി എടുക്കണം, ഇപ്പോൾ നമ്മളൊരു ചെറിയ കട എടുക്കുകയാണെങ്കിൽ തന്നെ ആ കടയുടെ ഓണർ, അതിൽ മുതലാളി ആരാണ്, അയാൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ കടയിൽ ഇരിക്കുന്ന ആളും, അയാൾ ആ കടയിലെ ഇൻവെസ്റ്ററാണ്, അയാളാണ് പണം മുടക്കുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലാക്കണം എൻ്റെ പണം എങ്ങനെയാണ് പോകുന്നത്, തിരിച്ച് കിട്ടുന്നതാണോ അതോ വരുമാനം കുറഞ്ഞു പോവാണോ, വരുമോ തിരിച്ച്, ഞാൻ കൊടുത്തതിനേക്കാൾ ലാഭം എനിക്ക് കിട്ടുമോ, അത് അയാൾക്ക് മനസ്സിലാക്കണം. മൂന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസ്. അവർക്ക് തങ്ങളുടെ വരുമാനം എന്താണ്, തങ്ങൾക്ക് സാലറി കൂടാനുള്ള ചാൻസ് ഉണ്ടോ, ഞങ്ങൾ ഇത്രയും പെർഫോം ചെയ്ത് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ സാലറി കുറവാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടി മേടിക്കാനുള്ള ഒരു അവസരമാണോ, ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ കിട്ടാനുള്ളൊരു അവസരമാണോ, അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ഇതിനകത്ത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, മെയിനായിട്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കൊക്കെയാണോ നമുക്ക് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അത് വളരെ വലുതാണ്. നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു അവസരം. കാരണം നമുക്ക് ഒരു ബന്ധമില്ലാത്തവർ പോലും, നമ്മളായിട്ട് നേരിട്ട് ഒരു ബന്ധമില്ലാത്തവർ പോലും ഈ ഇൻട്രസ്റ്റഡ് യൂസിൽ പറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ ജോബ് എന്താണ്, അവർ ഇപ്പം ആരെങ്കിലും ഒരു ഇൻവെസ്റ്റർ ആവാൻ പോകുന്നയാൾ അവർ സപ്പോർട്ട് ചെയ്യണം. അതായത് ഓക്കെ ഇപ്പം ഒരു സാധാരണക്കാരൻ ഒരു കമ്പനിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണ്, മ്യൂച്വൽ ഫണ്ടിൽ ഇരിക്കുന്നവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനലൈസ് ചെയ്യും, ഓക്കെ ഇതിൽ ഏത് കമ്പനിയാണ് നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പലരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വരുമാനം തിരിച്ചു കിട്ടണമെന്ന രീതിയിലാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് അതിൻ്റെ മെയിൻ ഡ്യൂട്ടി. അവർ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവർ ഓരോ ദിവസം ഏത് കമ്പനിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവരത് അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിൽ വരുന്നത്.
അപ്പം നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഒന്ന് ഡെഫിനിഷനും ഒന്ന് ഫീച്ചേഴ്സും. രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് റിലേറ്റഡ് ആണ്. രണ്ടിലും വലിയ വ്യത്യാസങ്ങൾ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി വ്യത്യാസങ്ങളുണ്ട്. കാരണം ഡെഫിനിഷൻ ഒരു കംപ്ലീറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ രണ്ട് പോയിന്റ്സ് പഠിച്ചു. ഇതിൻ്റെ പരമാവധി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ബാക്കി ഭാഗമായിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇനി കമൻറ്റ്സ് അത് നല്ലതോ മോശമോ ആയിക്കോട്ടെ, നിങ്ങളതും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിട്ടോ അതും നമുക്ക് എടുക്കുന്നതായിരിക്കും. താങ്ക് യു.